നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അലോവേര ജെല്ല് എങ്ങനെ വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുൻപ് നമ്മൾ അലോവേര ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ നമ്മൾ അലോവേര ജെല്ല് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിക്കും അതുപോലെ തന്നെ മുഖത്തിനും സ്കിന്നിനും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അലോവേര ഇതുപോലെ വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ അതിൽ ധാരാളം ജെല്ലുണ്ടാവും, തണ്ടിനൊക്കെ നല്ല വലിപ്പം ഉണ്ടാവും. ഇതുപോലെ വെയിലില്ലാത്ത ഭാഗങ്ങളിൽ, ഇപ്പോൾ ഈ നിൽക്കുന്നത് വെയിലില്ലാത്ത ഭാഗത്താണ്, അപ്പോൾ നമ്മുടെ അലോവേരയുടെ ആ തണ്ടിനൊന്നും നല്ല കട്ടിയൊന്നും ഉണ്ടാവില്ല, അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ജെല്ലും ഉണ്ടാവില്ല. അപ്പോൾ അലോവേര നടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി വെയിൽ കിട്ടുന്ന ഭാഗത്ത് നടുക എന്നുള്ളതാണ്. ഇനി ഞാൻ 2 വലിയ തണ്ട് അലോവേര എടുത്തിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂറോളം നമ്മൾ ഒരു പാത്രത്തിൽ ഇതിൻ്റെ ഒരു യെല്ലോ കളറിലൊരു ദ്രാവകം വരുന്നതും അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. ഈ ഒരു ദ്രാവകം നമ്മുടെ ശരീരത്ത് പറ്റിയാൽ നമുക്ക് നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ഇനി ഞാനിത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആ വെള്ളത്തിലേക്ക് തന്നെ ഒന്ന് മുറിച്ചിടുകയാണ്. ഒരുപാട് ചെറിയ കഷ്ണമാക്കണ്ട, ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടാൽ മതി. ധാരാളം ജെല്ലുള്ള അലോവേരയുടെ തണ്ടാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് നല്ല എളുപ്പമുണ്ടാകും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ജെല്ല് മാത്രമായിട്ട് റിമൂവ് ചെയ്തെടുക്കണം. ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതിൻ്റെ 2 സൈഡും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ജെല്ല് മാത്രമായിട്ട് എടുക്കാം. ഇപ്പം ഞാൻ 2 സൈഡും കട്ട് ചെയ്ത് കൊടുത്തിട്ട് നടുവിലൂടെ ഇങ്ങനെയൊന്ന് ജെല്ല് മാത്രമായിട്ട് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ജെല്ലും നമ്മൾ മറ്റൊരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം അതിലിട്ട് കൊടുക്കണം. ആദ്യം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലെ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ജെല്ല് മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ജെല്ലിട്ട വെള്ളത്തിൻ്റെ കളർ കണ്ടോ, അത് ഒരു ലൈറ്റ് മഞ്ഞ കളറിലാണ്. അത് നമുക്ക് കൈക്കൊക്കെ അലർജി ഉണ്ടാക്കുന്ന ആ ഒരു ദ്രാവകം തന്നെയാണ് അതിലും കാണുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി കഴുകിയെടുക്കണം. കുറച്ച് സമയം ഇങ്ങനെ ഇട്ട് വെച്ചതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു വഴുക്കലൊക്കെ കുറച്ചൊന്ന് മാറുന്നിടം വരെയെങ്കിലും നമ്മളൊന്ന് കഴുകിയെടുക്കണം. അലോവേരയിൽ ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തലയോട്ടിയിലുണ്ടാകുന്ന താരന്, ചൊറിച്ചിൽ എന്നിവയ്ക്കൊക്കെ ശമനം നൽകുകയും നന്നായിട്ട് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. നമ്മൾക്കിപ്പം കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള ഒരു ജെല്ലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഈ ജെല്ലെല്ലാം ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ പച്ച കളറിൽ അതിൻ്റെ തോലൊക്കെ ഇരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ പച്ച കളറിലൊക്കെ ഒന്ന് പൊക്കോളും. ഞാനിപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇതെടുത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നിങ്ങൾക്കൊരു 10-12 ദിവസത്തേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2-3 വലിയ തണ്ട് കറ്റാർവാഴ തന്നെ എടുക്കണം. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 3-4 ദിവസത്തേനുള്ള ജെല്ലേ ഉണ്ടാവുകയുള്ളൂ. സ്ഥിരമായിട്ട് നമ്മൾ നൈറ്റൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു 10-15 ദിവസത്തേക്കൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 വലിയ തണ്ടൊക്കെ എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അരിച്ചും കൂടി എടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പച്ച തോലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ഇതിൽ നന്നായി അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുമ്പോൾ അത്ര പെട്ടെന്ന് നമുക്കിതിൻ്റെ ഒരു വെള്ളം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ച് സമയം എടുക്കും, എങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കിട്ടും. ഇപ്പം ഞാനിതെല്ലാം അരിച്ചെടുത്തുകൊണ്ട് വന്നപ്പം എനിക്ക് ഇത്രത്തോളമാണ് ഈ ഒരു ജെല്ലിൽ നിന്നുള്ള വെള്ളം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ചെറിയ രീതിയിലുള്ള കൊഴുത്ത ഒരു വെള്ളം പോലെ തന്നെയാണ് കിടക്കുന്നത്. ഒരുപാട് പച്ചവെള്ളം പോലെയല്ല കിടക്കുന്നത്, ചെറിയൊരു കൊഴുപ്പ് ഇപ്പോഴും ഉണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ജെല്ല് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. മുടിയിലൊക്കെ, നമ്മുടെ മുടിയിലെ തലയോട്ടിയിലൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് കൊടുക്കാം. അതുപോലെ തന്നെ മുഖത്തും നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു വെള്ളം പോലെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊരു കൺസിസ്റ്റൻസി ഒന്ന് തിക്കായിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്നാണ് ഇനി കാണിക്കുന്നത്. വേറൊരു പാത്രം നമ്മൾ എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. വെള്ളം പോലെ ഇരിക്കുന്ന അലോവേര ജെല്ലിനെ കുറച്ചുകൂടി കട്ടിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജെലാറ്റിൻ യൂസ് ചെയ്യുന്നത്. ഒരു 3/4 ടേബിൾ സ്പൂണോളം ജെലാറ്റിൻ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് റോസ് വാട്ടറാണ്. നന്നായിട്ട് ലൂസാകുന്ന പോലെ വേണം നമ്മൾ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെടുക്കുന്ന ജെലാറ്റിനും റോസ് വാട്ടറും ഒക്കെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള, ഡേറ്റ് എക്സ്പയറി ഒന്നും കഴിയാത്ത നല്ല പ്രോഡക്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ജെലാറ്റിനും റോസ് വാട്ടറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെയല്ല അലോവേരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നമ്മൾ ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് ചൂടാക്കി എടുക്കാൻ പാടില്ല. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചൂടാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുത്തപ്പോൾ ഇത് കുറച്ച് കട്ടയായ പോലെ തോന്നിയുകൊണ്ട് കുറച്ചുകൂടി റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇതൊന്ന് ഉരുക്കി എടുത്തുകൊണ്ട് വരാം. നമ്മൾ ഡയറക്റ്റ് ഇത് ഉരുക്കി കഴിയുമ്പോൾ കട്ടിയായിട്ട് ജെല്ലായി മാറും. ഇത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. റോസ് വാട്ടർ പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാകുന്നതിനനുസരിച്ചിട്ട് ഇത് തിക്കായി വരും. അപ്പോൾ ഞാൻ കുറച്ചുകൂടി റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചേർത്ത് കൊടുത്തിരിക്കുന്ന ജെലാറ്റിൻ ഉണ്ടല്ലോ, അതൊരു ട്രാൻസ്പെറൻറ്റ് ആ ഒരു രീതിയിലായി കിട്ടണം. ആ സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിക്കായി ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ അലോവേരയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കടയിൽ കിട്ടുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ജെലാറ്റിൻ വെച്ചിട്ടുള്ള രീതി ചെയ്താൽ മതി. ജെലാറ്റിന് നമ്മുടെ മുഖത്തും അല്ലെങ്കിൽ മുടിയിലൊന്നും അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ജെലാറ്റിൻ ആവശ്യമുണ്ടെന്നുള്ളവർ മാത്രം നമ്മുടെ ആ കടയിൽ കിട്ടുന്ന ഒരു കൺസിസ്റ്റൻസി അങ്ങനെ കിട്ടണം എന്നുള്ളവർ മാത്രം ജെലാറ്റിൻ യൂസ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ തയ്യാറാക്കിയില്ലേ ആ ഒരു വെള്ളത്തിൻ്റെ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് തികച്ചും നാച്ചുറലായിട്ടൊരു രീതിയിലും കൂടെ ഈ അലോവേര ജെല്ല് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് വേണമെന്നുള്ളവർ കമൻറ്റിലൊന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ അലോവേരയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തണുപ്പ് ആകാനായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നല്ല കട്ടിയായി തീരും. അതിനു മുമ്പ് നമ്മളിത് ഇളക്കി അലോവേരയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അലോവേരയിലേക്ക് ഈ ഒരു ജെലാറ്റിൻ മൊത്തത്തിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചെടുക്കണം. അതിന് നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. കുറേ ദിവസത്തേക്കുള്ള അലോവേര ജെല്ലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ബീറ്ററൊക്കെ യൂസ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേനുള്ളത് തയ്യാറാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു ഗ്ലാസ് പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഞാനൊരു ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്ലാസിൻ്റെ ബൗളോ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് വെക്കാം. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ടേബിൾ സ്പൂണോളമേ ജെലാറ്റിൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് നന്നായിട്ട് തിക്കാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിനൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജെലാറ്റിൻ ഒരുപാട് ചേർക്കുന്നതും നല്ലതല്ല. ഇത് നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് ജെലാറ്റിൻ ഒരുപാട് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഞാനിതൊരു 8 മണിക്കൂറിന് ശേഷമാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. ഞാനിപ്പോൾ രാത്രിയിൽ ഇത് തയ്യാറാക്കി വെച്ചിട്ട് രാവിലെയാണ് എടുത്ത് നോക്കുന്നത്. അപ്പോൾ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ അലോവേര ജെല്ല് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ട്യൂബ് അലോവേര ജെല്ലൊക്കെ വാങ്ങുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് സാധാരണ കിട്ടാറുള്ളത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് അലോവേര ജെല്ല് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാവില്ല. പിന്നെ ജെലാറ്റിൻ ചേർക്കുന്നത് കൊണ്ടുള്ള ഒരു ദോഷം ഇല്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജെലാറ്റിൻ വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു അലോവേര ജെല്ല് നമ്മൾ രാത്രിയിൽ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ മുഖത്തിന് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാനായിട്ട് സഹായിക്കും. നമ്മൾ ഗ്ലാസ്സിലൊഴിച്ച അലോവേര ജെല്ല് നല്ല തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അലോവേര ജെല്ല് ജെലാറ്റിൻ ഇല്ലാതെ തികച്ചും നാച്ചുറലായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അലോവേര ജെല്ലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരെ അതുവരെ